അഭിലാഷ് മോഹൻ ഇപ്പോൾ ബെയിലി പാലത്തിന് സമീപമാണുള്ളത്. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, ഇന്ന് വളരെ കാര്യക്ഷമമായ തെരച്ചിൽ നടക്കുന്ന ദിവസമാണ്, 4ാം ദിനം. കാരണം അങ്ങോട്ടേക്ക് പോകാൻ സൗകര്യങ്ങളായിരിക്കുന്നു, ഭാരവാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്നു, ഒരുപാട് വാഹനങ്ങളും യന്ത്ര സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തെരച്ചിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അഭിലാഷ്? മോത്തി, വളരെ ഊർജിതമായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ എനിക്ക് പുറകിലുള്ള പുഴയിൽ ഇറങ്ങി തന്നെ ഇപ്പോൾ ഹിറ്റാച്ചി തെരച്ചിൽ നടത്തുകയാണ്. ഇത് അങ്ങോളമുണ്ട്. ഇപ്പോൾ കാണാം അവിടെ ഒരു ഹിറ്റാച്ചി പുഴയുടെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ പുഴയുടെ മണ്ണ് കൂടിക്കിടക്കുന്ന എല്ലായിടങ്ങളിലും തെരച്ചിൽ നടത്തുകയാണ്. ഇത് അങ്ങോളമുണ്ട്. JCBകളും ഹിറ്റാച്ചികളും അങ്ങോളം ഇതുപോലെ തെരച്ചിൽ നടത്തുകയാണ്. അതായത് ഇവിടെ നിന്ന് കൂടിക്കിടക്കുന്ന മണ്ണ് പൂർണ്ണമായും യന്ത്രസഹായത്തോടുകൂടി എടുത്ത് നീക്കി അവിടെ ശരീരങ്ങളോ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ എനിക്ക് നോക്കിയാൽ കാണാവുന്ന എല്ലായിടത്തും JCBകളും ഹിറ്റാച്ചുകളും ഉണ്ട്. കൂടിക്കിടക്കുന്ന മൺകൂനകൾ മുഴുവനായും മാറ്റി അവിടെ അങ്ങനെ മാറ്റുന്നതിനോടൊപ്പം സന്നദ്ധ പ്രവർത്തകരുമുണ്ട്, TDRFന്റെ വോളണ്ടിയർമാരുണ്ട്, കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫോഴ്സ് ഉണ്ട്, സൈന്യം ഇതിന് മൊത്തത്തിൽ ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മേജർ ജനറൽ VT മാത്യു ഉണ്ട്. അദ്ദേഹം പൂർണ്ണമായും ഇവിടെ ഇരുന്ന് തന്നെയാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ പൂർണ്ണമായും മേൽനോട്ടം വഹിക്കുന്നത്. ഇതുപോലെ ഈ നദിയിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് എല്ലായിടത്തും ഇതുപോലെ യന്ത്രക്കൈകൾ മണ്ണ് മാന്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അതായത് ഈ ദിവസം റെസ്ക്യൂ ഓപ്പറേഷൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ്. ആരെയും മിസ്സാവരുത് എന്ന ഒരു നിശ്ചയദാർഢ്യത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നു. ഇത് എൻ്റെ ഈ പിറകിൽ മാത്രമല്ല, ഇത് അങ്ങോളം കാണാം. എനിക്കിവിടെ നിന്ന് കാണാം അങ്ങോളം JCBകൾ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 6 സോണുകളായി തിരിച്ച് പുഞ്ചിരിമുട്ട മുതൽ ഇവിടം വരെ 6 സോണുകളായി തിരിച്ച് അവിടങ്ങളിൽ പ്രത്യേക ടീമുകളെ വിന്യസിച്ച് ആ ടീമുകളിൽ പ്രാദേശികമായി ഇന്ന വീടുകൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ കൂടിയുണ്ട്. ആ ടീമിൽ അവരെ കൂടി അംഗങ്ങളാക്കിക്കൊണ്ടുള്ള തെരച്ചിൽ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വ്യാപകമായി ഈ മേഖലയിലെല്ലാം വ്യാപകമായി ഇതേ മട്ടിൽ തന്നെ തെരച്ചിൽ നടത്തുകയാണ്. ഇന്ന് ഞാനിവിടെ വന്ന ദിവസം ജനങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളുമായിട്ടാണ് തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എങ്കിൽ ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്ന് പൂർണ്ണമായി യന്ത്ര സഹായത്തോടുകൂടിയുള്ള തെരച്ചിലാണ്. അതും കോർഡിനേറ്റഡ് ആണ്. ടീമുകൾ രൂപീകരിച്ച് ആ ടീമുകൾ ഇറങ്ങി തെരച്ചിൽ നടത്തുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾക്ക്, ഇപ്പോൾ എന്നോട് ഇന്നലെ സംസാരിച്ച പല ആളുകളും എൻ്റെ കുടുംബത്തിലെ 6 പേർ നഷ്ടമായിരിക്കുന്നു, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം ആളുകൾ കണ്ടു. അവർക്കൊക്കെ അവസാനമായി അവരുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ ഉറ്റവരുടെ ശരീരം ഒരു നോക്ക് കാണുക എന്നുള്ളത് എത്രമാത്രം സാധ്യമാണ് എന്നുള്ളതിനപ്പുറത്ത് ആചാരപരമായ ഒരു സംസ്കാരം നടത്തുക എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ മഹാവ്യഥയിൽ നിൽക്കുന്ന മനുഷ്യരെ അല്പമെങ്കിലും സഹായിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലായിടത്തും 6 മേഖലകളായി തിരിച്ച് എല്ലായിടത്തും ഇതേ മട്ടിലുള്ള ഊർജിതമായ തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. മോത്തി.